ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിന് കണ്ട പോലെ എങ്ങനെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് 1 ഡേ കൊണ്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ യൂട്യൂബേഴ്സിനുള്ള ഒരു വീഡിയോ ആണിത്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് വാച്ച് അവേഴ്സും ഒക്കെ കയറും. പക്ഷേ ചില ആൾക്കാർക്ക് സ്റ്റക്കായിട്ടിരിക്കും, ഇതുവരെ സബ്സ്ക്രൈബേഴ്സൊന്നും കയറാതെ അങ്ങനെ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അക്കൗണ്ടുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഞാൻ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. നമ്മൾ അക്കൗണ്ടിൽ നല്ല നല്ല വീഡിയോസ് ക്വാളിറ്റി കണ്ടൻസ് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് വണ്ടി ഒരു 3 വീഡിയോസെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞാൻ സ്റ്റാർട്ടിങ്ങിലിരിക്കുന്ന അക്കൗണ്ടാണ് പറയുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിലിരിക്കുന്ന അക്കൗണ്ടിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അവർ പെട്ടെന്ന് വലിയ യൂട്യൂബേഴ്സ് ആവാറുണ്ട്. പക്ഷേ ചിലർ സ്റ്റക്കായിട്ടിരിക്കാറുണ്ട്. അവരെയാണ് ഡെയിലി നിങ്ങൾ 3 വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഫെമിലിയർ ആവും. എല്ലാവർക്കും കണ്ട് ഫെമിലിയർ ആവും. ഡെയിലി നിങ്ങൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഫെമിലിയർ ആവും. എല്ലാവരും കണ്ട് ഫെമിലിയർ ആവും. നിങ്ങളെ ക്യാമറ ക്വാളിറ്റിയിലൊക്കെ അപേക്ഷിച്ചിരിക്കും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എങ്ങനെയാണ്. ലോങ് വീഡിയോസിനെക്കാട്ടും നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഫോക്കസ് ചെയ്ത് നോക്കുക. ഷോർട്ട് വീഡിയോയ്ക്ക് ആയിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ഷോർട്ട് വീഡിയോസ് ആയിരിക്കും എല്ലാവരും ഫീഡിലേക്ക് എത്തുക. മറ്റേത് അവർ ക്ലിക്ക് ചെയ്ത് എടുത്ത് നോക്കണമല്ലോ നമ്മളെ ലോങ് വീഡിയോസൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പം 90K പോയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ വീഡിയോക്ക് എനിക്ക് കയറിയിട്ടില്ല, സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ അത് എനിക്ക് കയറിയിട്ടില്ല. അതൊരു 150 സംതിങ്, എനിക്ക് 259K വ്യൂസ് കയറിയിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക്. അതിലെനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 500-600 ഫോളോവേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു വീഡിയോ ഫേമസായി നമ്മളൊരു വീഡിയോ മോർ വ്യൂസ് കിട്ടിയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഡെയിലി നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. 3-4 ഷോർട്സോ മിനിമം നിങ്ങൾക്ക് 6 ഷോർട്സ് കഴിഞ്ഞ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ചാനലിനെ കുറച്ചാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാവും ആൾക്കാരൊക്കെ നമുക്ക് അക്കൗണ്ട് എല്ലാവരേക്കും എത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും കാണുന്നില്ലല്ലോ നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് അക്കൗണ്ട് എല്ലാവരും നമ്മൾക്ക് കാണുക. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളെ ഫ്രണ്ട്സിന് ഫാമിലീസിന് എല്ലാവർക്കും നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കും. വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും, അത് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കും. അങ്ങനെ സംഭവിച്ചാലും നമ്മളെ വ്യൂവറിനെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളെ യൂട്യൂബ് മോർ ആൾക്കാരിലേക്ക് എത്തിക്കില്ല. കാരണം അവരാരും ഒരു കുറച്ച് സെക്കൻഡ് കൂടെ നമ്മളെ വീഡിയോ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ബേക്കടിച്ച് പോകുന്നത് തന്നെ നമ്മളെ വീഡിയോ ആരും കാണാതിരിക്കണതുകൊണ്ട് വ്യൂസിനെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബേഴ്സിന് മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾ ഗിവ് അവേസ് പ്ലാൻ ചെയ്യുക. ഗിവ് അവേസ് കൊടുത്താലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ ചാനൽ അങ്ങനെ തന്നെ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചാനൽ. കുറച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സ്നേഹിച്ച് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ല ഗീവ് അവേസോ അങ്ങനെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ വീഡിയോയിൽ തമ്മിലിന് അട്രാക്റ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പം അട്രാക്റ്റീവായിട്ട് തമ്മിലിന് കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ അത് പറഞ്ഞിട്ട് അതിനുപയോഗിക്കുന്ന കീവേഡ്സ്, ഹാഷ്ടാഗ്സ് ഇതൊക്കെ അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ നോക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് മോർ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ എന്തായാലും വ്യൂ ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോയുടെ ടൈം, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ വീഡിയോയുടെ ടൈം നമ്മൾ പറഞ്ഞത്. വീഡിയോയുടെ ടൈം നമ്മൾ കറക്റ്റായിട്ട് എന്നും ഒരേ ടൈമിലിട്ടാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് അധികം വ്യൂവേഴ്സിലേക്ക് നമ്മളെ വീഡിയോ എത്തുള്ളൂ. കാരണം ഇന്ന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ഒരു വ്യൂവറിന് നമ്മളെ വീഡിയോ കുറച്ച് ഇഷ്ടമായിട്ട് നാളെ അതേ ടൈമിൽ നമ്മളെ വീഡിയോ വന്ന് നോക്കുമ്പോൾ അതിൽ കാണില്ല. അപ്പോൾ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഡെയിലി ഒരേ ടൈമിൽ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതെന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല ടൈപ്സിലുള്ള വീഡിയോസ് ആവും ചിലപ്പോൾ ചെയ്യുക. ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ വല്ല ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്സ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ആ വീഡിയോസിനൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എന്തിനൊക്കെയാണെന്ന് ആ പ്ലേലിസ്റ്റിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ വ്യൂവേഴ്സിനൊക്കെ.
അപ്പോൾ നിങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ എന്തൊക്കെ വീഡിയോസാണ് എവിടെയൊക്കെയാണെന്നൊക്കെ വ്യൂവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അത്ര അധികം ഫോളോവേഴ്സുള്ള ഒരാളൊന്നുമല്ല, അത്ര അധികം സബ്സ്ക്രൈബേഴ്സുള്ള ആളൊന്നുമല്ല. എനിക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യമാണ് ഞാൻ